ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. SCERTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഈ മോഡൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ കൂട്ടുകാർ എല്ലാം നല്ലതായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും കൂടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ 2 മണിക്കൂറും 15 മിനിറ്റുമാണ് ഈ എക്സാം എഴുതാനുള്ള സമയം. 30 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ്. ഒന്നുകിൽ പോം തരും, അല്ലെങ്കിൽ പാസേജ് തരും, അല്ലെങ്കിൽ ഒരു സ്റ്റോറി തരും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്താനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണോ തന്നിട്ടുള്ളത് അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ ചോദ്യങ്ങളായിട്ട് വായിച്ച് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഇത് വായിച്ച് നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ ഒരു പാസേജ് ആണ് തന്നിട്ടുള്ളത്, അത് വായിക്കുക. അതിനുശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. Mobile phones and apps like WhatsApp, Instagram and YouTube can be fun and helpful. They let us watch stories, learn new things and chat with the family and friends. അപ്പോൾ മൊബൈൽ ഫോൺസിലെ ആപ്സുകൾ, പ്രത്യേകിച്ച് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയവയൊക്കെ വളരെ സഹായകരമാണ്. എന്തിനൊക്കെയാണ്? ഒരുപാട് സ്റ്റോറീസ് കാണാനും ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ചാറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ബട്ട് ടു മച്ച് ഫോൺ ടൈം ക്യാൻ കോസ് പ്രോബ്ലംസ്. പക്ഷേ ഒരുപാട് സമയം ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇറ്റ് കാൻ ഹേർട്ട് അവർ ഐസ്, മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ് ആൻഡ് സ്റ്റോപ്പ് us ഫ്രം പ്ലേയിങ് ഔട്ട്ഡോർസ് ഓർ ടേക്കിംഗ് വിത്ത് പീപ്പിൾ ഫേസ് ടു ഫേസ്. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്? ഒന്ന് കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങൾ, ഔട്ട്ഡോർ ഗെയിംസ് ഒന്നും കളിക്കാത്ത പ്രശ്നങ്ങൾ, ഔട്ട്ഡോർ ആയിട്ടൊന്നും പോയിട്ട് കളിക്കില്ല, ഫുൾ ടൈം ഫോണിൽ കളിച്ചിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മാത്രമല്ല ക്ലാസ്സിലും മറ്റുമൊക്കെ ആളുകളുമായിട്ട് ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം നോക്കിയുള്ള സംസാരങ്ങളൊക്കെ കുറയും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ അറ്റൻഷൻ ഇൻ ക്ലാസ്, ഈവൻ മേക്ക് us ഫീൽ സാഡ് ഓർ ലോൺലി. മാത്രമല്ല ക്ലാസ്സിൽ നമുക്ക് അറ്റൻഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമുക്ക് എന്താണ്, ഒറ്റക്കായ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണ് എന്നുള്ള ഏകാന്തതയൊക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. It is important to set limits. Use phones only after school for a short time. Take breaks. Avoid using phones before bed. Choose helpful apps and spend more time playing with friends and family. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണം. ഇത്ര സമയം മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ സമയത്തിന് വേണ്ടി നമുക്ക് മൊബൈലൊക്കെ ഉപയോഗിക്കാം. മാത്രമല്ല ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുക്കാം. കൂടാതെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഫോൺ ഒരിക്കലും ഉപയോഗിക്കരുത്. അതുകൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്സ് മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത ഗെയിംസോ കാര്യങ്ങളോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. Then if someone online makes you worried, always talk to your parents to teach or teacher. ഇനിയിപ്പോൾ നിങ്ങൾ ഓൺലൈനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഹറാസ് ചെയ്യുക, അങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ഒരുപാട് പ്രശ്നങ്ങളില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തോ നിങ്ങൾ ഇൻഫോം ചെയ്യുക. അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ യാതൊരു പേടിയും കൂടാതെ അവരുടെ അടുത്ത് സംസാരിക്കുക. That minimal and intelligent use of mobile phones can help us to stay healthy and happy and focused. അപ്പോൾ നല്ല ബുദ്ധിപരമായിട്ട് ഈ ഫോണൊക്കെ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് വളരെ ഫോക്കസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം തന്നെയാണ് മൊബൈൽ ഫോൺ എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ടു ഹെൽത്ത് ഇഷ്യൂസ് കോസ്ഡ് ബൈ ദ പ്രൊലോങ്ഡ് യൂസ് ഓഫ് മൊബൈൽ ഫോൺസ്. ഈ മൊബൈൽ ഫോൺസ് ഒക്കെ കൂടുതലായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് വരുന്നത്? 2 ഹെൽത്ത് ഇഷ്യൂസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ പാസേജിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും 2 മാത്രം നമ്മളിവിടെ എടുത്തെഴുതിയാൽ മതി. എന്തെഴുതാം? ഇറ്റ് കാൻ ഹേർട്ട് അവർ ഐസ്. നമ്മുടെ കണ്ണുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, കണ്ണുകളൊക്കെ മുറിവാക്കും, കണ്ണുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. കൂടാതെ മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ്, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്. ആൻഡ് മേക്ക് us ഫീൽ സാഡ് ഓർ ലോൺലി, നമുക്ക് വളരെ സങ്കടം വരിക, നമ്മൾ ഒറ്റക്കായി എന്നുള്ള ഫീല് വരിക, അങ്ങനത്തെ ഡിപ്രഷനിലേക്കൊക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മൊബൈൽ ഫോൺ ആർ ഹെൽപ്ഫുൾ ടു അസ്. എങ്ങനെയാണ് മൊബൈൽ ഫോൺ നമുക്ക് സഹായകരമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൊബൈൽ ഫോൺസ് ഹെൽപ്പ് us വാച്ച് സ്റ്റോറീസ്, ലേൺ ന്യൂ തിങ്സ് ആൻഡ് ചാറ്റ് വിത്ത് ഫാമിലി
ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോറീസൊക്കെ കാണുക, അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുക, ഫാമിലീസ് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ചാറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. തേർഡ് വൺ, വാട്ട് ഷുഡ് യു ഡു ഇഫ് സംതിങ് ഓൺ യുവർ മൊബൈൽ ഫോൺ മേക്സ് യു വറീഡ്. എന്തെങ്കിലും മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് വിഷമകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോക്ക് ടു യുവർ പാരൻസ് ഓർ ടീച്ചേഴ്സ്. എന്ത് ചെയ്യണം? നമ്മൾ ടീച്ചറുടെ അടുത്തോ അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തോ അതിനെക്കുറിച്ചിട്ട് ഓപ്പൺ ആയിട്ട് പറയണം. നെക്സ്റ്റ് ഫോർത്ത് വൺ, യൂസിങ് എ ഫോൺ അറ്റ് ബെഡ് ടൈം ക്യാൻ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് യു സ്ലീപ്പ് ഫാസ്റ്റർ. പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ വേണ്ടി പറ്റും. മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ്. എന്താണ്? ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മേക്ക് യുവർ ഐ സ്ട്രോങ്. നമ്മളെ കണ്ണുകളെ വളരെ ശക്തിയുള്ളതാക്കും. ഹെൽപ്പ് സ്ലീപ്പ് ലോങ്ങർ. നല്ല ദീർഘനേരം ഉറങ്ങാൻ വേണ്ടി പറ്റും. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല, ഹാർഡായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ഹൗ വിൽ ദ പ്രൊലോങ്ഡ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ എഫക്റ്റ് യുവർ സ്റ്റഡീസ്. എങ്ങനെയാണ് കൂടുതൽ നേരം മൊബൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിൽ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹെൽപ്പ് ഇൻ സ്റ്റഡീസ്, അത് പഠനത്തിന് സഹായിക്കും. മേക്ക് യു പേ മോർ അറ്റൻഷൻ, നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ ആവശ്യമായിട്ട് വരും. ഡിസ്ട്രാക്ട്സ് യുവർ മൈൻഡ്, നിങ്ങളുടെ മൈൻഡിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. മേക്ക് യു മോർ എനർജറ്റിക്, നിങ്ങൾ കൂടുതൽ എനർജി ഉള്ളവരായി മാറും. ഏതാണ് ശരിയായിട്ടുള്ളത്? ഡിസ്ട്രാക്ട്സ് യുവർ മൈൻഡ് എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തേത് നോക്കാം. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ടു ആക്ടിവിറ്റീസ് ബിലോ. താഴെ നമുക്ക് 2 ആക്ടിവിറ്റി ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ രണ്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി നമ്പർ 2 ആണ്, തോട്ട്സ് ആണ്, ചിന്തകളാണ്. ഡോണ്ട് യു റിമെമ്പർ റിക്കി ഇൻ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്. എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്തിൽ റിക്കിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റിക്കി റിയലൈസ്ഡ് ദാറ്റ് ഈ മിസ്അണ്ടർസ്റ്റുഡ് ദ റോബോട്ട്. റിക്കിക്ക് മനസ്സിലായി റോബോട്ടിനെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് റിക്കിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അല്ലേ. ഹി ഫെൽറ്റ് സോറി ഫോർ ഹിം. അപ്പോൾ അവനക്ക് റോബോട്ടിനോട് ഒരു സോറിയൊക്കെ തോന്നുകയാണ്, ക്ഷമയൊക്കെ പറയാൻ വേണ്ടി തോന്നുകയാണ്. ഓൺ that night while going to bed many thoughts flashed through his mind. അപ്പോൾ അന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് റിക്കിയുടെ മൈൻഡിലേക്ക് ഒരുപാട് ചിന്തകൾ വരികയാണ്. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നല്ലോ, ഞാൻ റോബോട്ടിനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. സോ റൈറ്റ് റിക്കീസ് തോട്ട്. അപ്പോൾ റിക്കിയുടെ ആ ചിന്തകളാണ് നമ്മളുടെ അടുത്ത് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഓ, ഐ വാസ് റോങ് അബൌട്ട് ദ റോബോട്ട്. ഞാൻ റോബോട്ടിനെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിച്ചു. ഐ തോട്ട് ഹി വാസ് സ്റ്റീലിംഗ് മൈ തിങ്സ് ബട്ട് ആക്ച്വലി ഹി വാസ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഞാൻ വിചാരിച്ചിരുന്നത് അവൻ എൻ്റെ സാധനങ്ങളൊക്കെ കട്ടെടുക്കുക എന്നുള്ളതായിരുന്നു, പക്ഷേ ശരിക്കും അവന് മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു. ഐ ഫീൽ അഷെയിംഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നോട് തന്നെ ഒരു ലജ്ജ തോന്നുകയാണ്. All these days I was careless and lazy, just throwing my clothes and toys everywhere. അപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി ഞാൻ വളരെയധികം കെയർലെസ്സും അതുപോലെ തന്നെ മടിയനും ഒക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ സാധനങ്ങളും എൻ്റെ വസ്ത്രങ്ങളും ടോയ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചിടുകയായിരുന്നു. ദ റോബോട്ട് ഹാസ് ടോട്ട് മീ എ ലെസൺ. റോബോട്ടാണ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചത്. ഫ്രം നൗ ഓൺ ഐ മസ്റ്റ് ടേക്ക് കെയർ ഓഫ് മൈ തിങ്സ് ആൻഡ് കീപ് ദം നീറ്റ്ലി. ഇന്ന് മുതൽ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യും, എൻ്റെ സാധനങ്ങളൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് എടുത്തു വെക്കും. I should not waste what I have because many people don't even have half of it. അപ്പോൾ അതുമാത്രമല്ല എനിക്ക് മനസ്സിലായി ഞാനൊന്നും വേസ്റ്റ് ചെയ്യരുത്, എൻ്റെയിലുള്ള സാധനങ്ങളുടെ പകുതി പോലും ആളുകളുടെ കയ്യിലില്ല എന്നുള്ളതും എനിക്ക് ഇന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇനി ഒരു സാധനവും വേസ്റ്റ് ചെയ്യില്ല. ഐ വിൽ ട്രൈ ടു ബി റെസ്പോൺസിബിൾ, ഹെൽപ്ഫുൾ ആൻഡ് കൈൻഡ് ജസ്റ്റ് ലൈക്ക് എ റോബോട്ട്. അപ്പോൾ ഞാൻ ഇനി മുതൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള മറ്റുള്ളവരെ സഹായിക്കുന്ന വളരെ കൈൻഡായിട്ട് റോബോട്ടിനെ പോലെ കൈൻഡായിട്ടുള്ള ഒരാളായിട്ട് മാറും എന്നാണ് ചിന്തിക്കുന്നുണ്ടാവുക. ആര് ചിന്തിക്കുന്നത്? നമ്മുടെ റിക്കി അല്ലേ. റിക്കി ഇതൊക്കെയാവും ചിന്തിക്കുന്നുണ്ടാവുക. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ഡയറിയാണ്. ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി എ ഡോൾസ് ജേർണി വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം കാഫ്ക ദാറ്റ് ദ ഡോൾ ഈസ് ബിസി വിത്ത് ഹെർ മാരേജ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഷീ കുഡിൻ റൈറ്റ് ലെറ്റേഴ്സ്. അപ്പോൾ ആ ചെറിയ പെൺകുട്ടിയെ ഡോൾസ് ജേർണി എന്ന് പറയുന്ന ആ പാഠഭാഗത്തിലെ ചെറിയ പെൺകുട്ടി വളരെയധികം ഹാപ്പി ആയിരുന്നു. എന്താണ്? കാഫ്ക പറഞ്ഞു ആ ഡോള് മാരേജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ടാണ് ലെറ്റേഴ്സ് എഴുതാത്തത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് ചെയ്യുന്നത്. The girl remembered the happy days with the doll.
അപ്പോൾ അവൾ ആ ഡോളുമായിട്ടുള്ള ആ ഒരു സന്തോഷകരമായ ദിവസങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് പോവുകയാണ്. ഷീ ഓൾസോ തോട്ട് അബൌട്ട് കാഫ്ക, അതുപോലെ തന്നെ കാഫ്കയെ കുറിച്ചിട്ടും അവർ ഓർത്തു. ഷീ ടുക്ക് എ ഡയറി ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ്, അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവളുടെ ഡയറി എടുത്തിട്ട് എഴുതാൻ വേണ്ടി തുടങ്ങുകയാണ്. പ്രിപ്പയർ ദ ഡയറി, ആ ഡയറിയാണ് നമ്മളുടെ അടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്ത് വേണം, ഡേ ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, സാറ്റർഡേ ഈവനിങ് എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ സാറ്റർഡേ ഡേറ്റും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഡിയർ ഡയറി, ടുഡേ ഐ കെയിം ടു നോ ദാറ്റ് മൈ ഡിയർ ഡോൾ ഈസ് ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ പറയുകയാണ്, ഇന്ന് ഞാൻ എൻ്റെ ഡോള് മാരേജ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അറിഞ്ഞു. ദാറ്റ് ഈസ് വൈ ഷീ കുഡിൻ റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈംസ്, അതുകൊണ്ടാണ് അവൾ കുറച്ച് ദിവസമായിട്ട് ലെറ്റേഴ്സ് ഒന്നും എഴുതാത്തത്. അറ്റ് ഫസ്റ്റ് ഐ ഫെൽറ്റ് എ ലിറ്റിൽ സാഡ് ബിക്കോസ് ഐ വാണ്ട് ടു ഹെർ ടു കം ബാക്ക് ടു മീ. ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നി, കാരണം എനിക്ക് അവൾ തിരിച്ചു വരണമെന്നായിരുന്നു. ബട്ട് വെൻ ഐ റീഡ് ഹെർ വേർഡ്സ് ഐ ഫെൽറ്റ് ഹാപ്പി ടു നോയിങ് ദാറ്റ് ഷീ ഹാസ് ഫൗണ്ട് എ ന്യൂ ലൈഫ്. പക്ഷേ എനിക്കത് അവളുടെ വാക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ തോന്നി, അവൾ പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ. ഐ സ്റ്റിൽ റിമെമ്പർ ദ ജോയ്ഫുൾ ഡേയ്സ് ഐ സ്പെൻഡ് വിത്ത് ഹെർ. ഞാൻ ഓർക്കുന്നത് അവളുമായിട്ട് ചെലവഴിച്ചിട്ടുള്ള സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. പ്ലേയിങ് ആൻഡ് ഷെയറിങ് ഓൾ മൈ സീക്രറ്റ്സ്, ഞാൻ ഒരുപാട് കളിക്കുകയും എൻ്റെ എല്ലാ സീക്രറ്റ്സും അവളുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ദോസ് മെമ്മറീസ് വിൽ ഓൾവേസ് സ്റ്റേ വിത്ത് മീ, ആ എല്ലാ മെമ്മറികളും എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഐ ആം ഓൾസോ very thankful to Kafka who brought me letters from my doll and filled my heart with hope. അപ്പോൾ എന്താണ്, കാഫ്കയോട് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. അയാളാണ് എന്നെ ഈ ലെറ്റേഴ്സൊക്കെ, ഈ ഡോളിൻ്റെ ലെറ്റേഴ്സൊക്കെ എൻ്റെ അടുത്തേക്ക് എത്തിയതും എൻ്റെ ഹൃദയത്തിലൊരു പ്രതീക്ഷ കൊണ്ടുവന്നതും. ദോ ഐ വിൽ മിസ് ഹെർ, ഐ നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷീ ഈസ് ഹാപ്പി ആൻഡ് ദാറ്റ്സ് മേക്ക് മീ സ്മൈൽ. എന്താണ്, ശരിക്കും ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അവൾ വളരെയധികം ഹാപ്പിയാണെന്ന്. അതുകൊണ്ട് തന്നെ അതിലൂടെ എനിക്ക് എന്നെയും ഹാപ്പി ആക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. യുവേഴ്സ് ലവിംഗ്ലി ദ ലിറ്റിൽ ഗേൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മുടെ ലിറ്റിൽ ഗേൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക ലെറ്റേഴ്സ് കിട്ടിയ ദിവസം, അല്ലേ? ചിലപ്പോൾ അത് തോട്ട്സ് ആയിട്ടും എഴുതാൻ വരാം. അപ്പോഴും ഇതേ പറഞ്ഞ കാര്യങ്ങൾ ഈ ലെറ്റേഴ്സിൻ്റെ ഫോർമാറ്റ് ഒന്നും ഇല്ലാതെ നിങ്ങളൊന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 3 ആണ്, ഇമെയിൽ ആണ്. വൈഗ പർച്ചേസ് എ ടാബ് ഓൺലൈൻ. വൈഗ ഓൺലൈനായിട്ട് ഒരു ടാബ് പർച്ചേസ് ചെയ്തു. ആഫ്റ്റർ 6 months ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്. 6 മാസം കഴിഞ്ഞപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. ഷീ ചെക്ക് ദ ബിൽ ആൻഡ് ഫൗണ്ട് ദാറ്റ് ദ ടാബ് ഹാസ് 2 years വാറൻറ്റി. അപ്പോൾ അവൾ ആ ബില്ല് ചെക്ക് ചെയ്തപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ടാബിന് 2 വർഷത്തെ വാറൻറ്റി ഉണ്ടെന്ന്. ഷീ പ്രിപ്പയർഡ് ആൻ ഇമെയിൽ ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. അപ്പോൾ അവൾ ഒരു ഇമെയിൽ അയക്കുകയാണ് ഇത് റിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിപ്പയർ ദ ഇമെയിൽ, ആ ഇമെയിലാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇമെയിൽ എന്ത് കൊടുക്കണം, ടു കൊടുക്കണം. ടു എന്താണ്, customercare@onlinestore.com എന്ന് കൊടുക്കാം. സബ്ജക്റ്റ് എന്താണ്, റിക്വസ്റ്റ് ഫോർ റിപ്പയർ ഓഫ് ടാബ്ലറ്റ് അണ്ടർ വാറൻറ്റി. വാറൻറ്റിയിലുള്ള ഒരു ടാബ്ലറ്റ് റിപ്പയർ ചെയ്യുക എന്നുള്ളതിനുള്ള റിക്വസ്റ്റ് ആണ്. Dear sir or madam, I am writing to inform you that I had purchased a tablet from your online store 6 months ago. അപ്പോൾ പറയുകയാണ്, ഞാൻ 6 മാസം മുന്നേ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും ഒരു ടാബ്ലറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ദ ഡിവൈസ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്. അത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഓൺ ചെക്കിംഗ് ദ ബിൽ ഐ ഫൗണ്ട് ദാറ്റ് ദ ടാബ്ലറ്റ് ഹാസ് 2 years വാറൻറ്റി. അപ്പോൾ ഞാൻ ബില്ല് ചെക്ക് ചെയ്തപ്പോൾ അത് 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്. ഐ കൺലി റിക്വസ്റ്റ് യു ടു അറേഞ്ച് ഫോർ ദ റിപ്പയർ ഓഫ് ദ ടാബ്ലറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. അപ്പോൾ എത്രയും വേഗം എൻ്റെ ടാബ്ലറ്റ് റിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിന് റിക്വസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദ പർച്ചേസ് ഡീറ്റെയിൽസ് ആൻഡ് ബിൽസ് കോപ്പി ആർ അറ്റാച്ച്ഡ് ഫോർ യുവർ റെഫറൻസ്. അപ്പോൾ പർച്ചേസിൻ്റെ ബില്ലും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ലുക്കിംഗ് ഫോർവേഡ് യുവർ പ്രോംപ്റ്റ് റെസ്പോൺസ്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സിൻസിയർലി വൈഗ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമെയിൽ നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ആണ്, ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളതാണ്. ഇൻ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്, റിക്കി ദ കെയർലെസ് ബോയ് വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അപ്പോൾ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ഒന്നാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ റിക്കി ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു ബോയ് ആയിരുന്നു, അല്ലേ? പിന്നീട് അങ്ങോട്ട് ഒരു ട്രാൻസ്ഫോം ആയിട്ട് മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റീകോൾ ദ ക്യാരക്ടർ ട്രൈറ്റ്സ് ഓഫ് റിക്കി ആൻഡ് പ്രിപ്പയർ ഹിസ് ക്യാരക്ടർ സ്കെച്ച് ബിലോ ഹിൻസ് മൈറ്റ് ഹെൽപ്ഫുൾ. അപ്പോൾ എന്താണ്, റിക്കിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്തിട്ട് അവൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഹിൻസ്, സൂചനകൾ താഴെ തരുകയും ചെയ്തിട്ടുണ്ട്. ഡിഡിൻ ഹെൽപ്പ് അറൗണ്ട് ദ ഹൗസ്, വീട്ടിലൊന്നും സഹായിക്കില്ല. ത്രൂ ഹിസ് ബിലോങ്ങിങ്സ്, അവൻ്റെ സാധനങ്ങളൊക്കെ അവന് വലിച്ചെറിയും. ഓൾവേസ് പ്ലേയിങ്, എപ്പോഴും കളിച്ചുകൊണ്ടേയിരിക്കും. ലേൺ എ ലെസൺ ഫ്രം ദ റോബോട്ട്, റോബോട്ടിൽ നിന്നും ഒരു ലെസൺ അവന് പഠിച്ചു. സ്ലോവൻലി, മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. ഇത്രയുമാണ് സൂചനകൾ തന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് എഴുതി നോക്കാം.
റിക്കി വാസ് എ കെയർലെസ് ആൻഡ് സ്ലോവൻലി ബോയ് ഹു നെവർ ഹെൽപ്ഡ് ഹിസ് മദർ ആൻഡ് ഹൗസ് ഹോൾഡ് ചോഴ്സ്. അപ്പോൾ റിക്കി എന്ന് പറയുന്നത് വളരെ കെയർലെസ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അവൻ്റെ അമ്മയെ ഒന്നും വീട്ടുകാര്യങ്ങളിലൊന്നും അവന് ഹെൽപ്പ് ചെയ്യാറില്ല. ഈ ഓൾവേസ് പ്ലേഡ് ആൻഡ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് അറൗണ്ട് ദ ഹൗസ്. അവൻ എപ്പോഴും കളിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ സാധനങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ വലിച്ചു വാരിയിടും. ബട്ട് വെൻ ദ ബട്ട്ലർ റോബോട്ട് ടോട്ട് ഹിം ആൻ ഇമ്പോർട്ടൻറ്റ് ലെസൺ. പക്ഷേ ബട്ട്ലർ റോബോട്ട് അവനെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിച്ചു. റിക്കി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. റിക്കിയുടെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലായി. ഹി ബിക്കെയിം റെസ്പോൺസിബിൾ. അവൻ വളരെ ഉത്തരവാദിത്തമുള്ള കുട്ടിയായി. ടൈഡി ആൻഡ് കെയർഫുൾ വിത്ത് ഹിസ് തിങ്സ്. അവൻ്റെ സാധനങ്ങളിലൊക്കെ അവൻ വളരെയധികം കെയർഫുൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് ഹി വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. അങ്ങനെ അവസാനം അവർ ആ ഒരു കെയർലെസ് ബോയിൽ നിന്നും മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബോയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഹി ഓൾസോ ലേൺ ടു വാല്യൂ വാട്ട് ഹി ഹാഡ്. അവൻക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് ആ വാല്യൂ അവന് നന്നായിട്ട് പഠിച്ചു. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. അവന് കിട്ടുന്ന പോക്കറ്റ് മണിയുമായിട്ട് അവൻ മറ്റുള്ളവരെ സഹായിക്കാനും തീരുമാനിക്കുകയാണ്. ദസ് റിക്കി ഗ്രൂ ഇൻ ടു എ തോട്ട്ഫുൾ ആൻഡ് ഡിസിപ്ലിൻഡ് ബോയ്. അതുകൊണ്ട് തന്നെ റിക്കി എന്ന് പറയുന്നത് വളരെ ചിന്താപരമായിട്ടും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ബോയ് ആയിട്ട് മാറുകയാണ് അവസാനം ചെയ്യുന്നത്. അപ്പോൾ കെയർലെസ് ആയ ഒരു കുട്ടി വളരെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് വൺ 5th ക്വസ്റ്റ്യൻ ആണ്, എഡിറ്റിംഗ് ആണ്. ഹിയർ ഈസ് എ ഡയറി എൻട്രി ഓഫ് റീന അബൌട്ട് ഹെർ വിസിറ്റ് ടു ടൂറിസ്റ്റ് പ്ലേസ് നിയർ ഹെർ സിറ്റി. ഇവിടെ റീന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അവളുടെ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയിട്ടുള്ള ഒരു വിസിറ്റിങ്ങിൻ്റെ ഡയറി എൻട്രിയാണ് തന്നിട്ടുള്ളത്. റീഡ് ആൻഡ് എഡിറ്റ് ദ മെസ്സേജ്. അപ്പോൾ ഇത് വായിക്കാം, മിസ്റ്റേക്സ് ഉള്ളതൊക്കെ എഡിറ്റ് ചെയ്യുക. ആസ് വി റീച്ച്ഡ് ദ ബീച്ച് ഇൻ ദ ഈവനിങ് ദ സൺ വാസ് സ്ലോലി ഡിപ്പിംഗ് ഓഫ് ദ സീ. അവിടെ എന്താണ്? സ്ലോലി ഡിപ്പിംഗ് ഓഫ് ദ സീ അല്ല, ഡിപ്പിംഗ് ഇൻ ടു സീ എന്നാണ് പറയുക, ഇൻ ടു ദ സീ. Then painting the sky, the waves danced gently on the shore and the salty breeze. അവിടെ ബ്രീസ് എന്നതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് അല്ല, BREEZE എന്നുള്ളതാണ് വരേണ്ടത്. ബ്രീസ് എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ് അല്ലേ. ദെൻ പ്ലേഡ് വിത്ത് മൈ ഹെയർ ഐ ടേക്ക് ഓഫ് എന്നാണ്. അവിടെ ടേക്ക് ഓഫ് അല്ല, ഇതൊക്കെ പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഐ ടുക്ക് ഓഫ് എന്നാണ് പറയേണ്ടത്. അതും പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ഐ ടുക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ് ആൻഡ് റാൻ barefoot on the sand. Then it. സാൻഡ് ഒരു സെൻറ്റൻസ് കഴിയുകയാണ്. ഇറ്റ് എന്ന് പറയുന്നത് അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. ഐ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരിക്കണം. വാസ് വാം ആൻഡ് സോഫ്റ്റ് ആൻഡ് ഐ ലൈക്ക് ഫെൽറ്റ്. അവിടെ എന്താണ്? ഐ ലൈക്ക് ഫെൽറ്റ് എന്നല്ല വരേണ്ടത്, ഐ ഫെൽറ്റ് ലൈക്ക് എന്നാണ് വരേണ്ടത്. വേർഡ് യൂസേജ് ഐ ഫെൽറ്റ് ലൈക്ക് എന്നാണ്. എ ചൈൽഡ് അഗെയിൻ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th one ആണ്, ലെറ്റർ ആണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ബിലോ. താഴെയും ഇതേപോലെ 2 ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. അത് ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നിങ്ങൾക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിക്കുക. Then ഇതിൽ എ, ദ ഗേൾ ഇൻ ദ സ്റ്റോറി എ ഡോൾസ് ജേണി ഈസ് സോ മച്ച് വറീഡ് അബൌട്ട് ഹെർ മിസ്സിംഗ് ഡോൾ. അപ്പോൾ എ ഡോൾസ് ജേണി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഗേള് വളരെയധികം വറീഡ് ആയിരുന്നു, വിഷമത്തിലായിരുന്നു അവളുടെ ആ ഡോൾ മിസ്സായതിൽ. കാഫ്ക ടോൾഡ് ഹെർ ദാറ്റ് ദ ഡോൾസ് ഈസ് ബിസി വിത്ത് ഹെർ മാരേജ്. അപ്പോൾ കാഫ്ക വന്ന് പറഞ്ഞു, നിൻ്റെ ഡോള് മാരേജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. ദ ഗേൾ വാസ് വെരി ഹാപ്പി ടു ഹിയർ ദ ഗുഡ് ന്യൂസ് ആൻഡ് ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ ഡോൾ. അപ്പോൾ ആ പെൺകുട്ടിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും അവൾ ആ ഡോളിന് തിരിച്ചൊരു കത്ത് എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുകയാണ്. റൈറ്റ് ദ ലെറ്റേഴ്സ്. അപ്പോൾ ആ ലെറ്ററാണ് നമ്മൾ എഴുതേണ്ടത്. ആ ലിറ്റിൽ ഗേള് ഡോളിന് എഴുതുന്ന ലെറ്ററാണ്. സോ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും? മൈ ഡിയർ ഡോൾ. ഓക്കെ, ഇപ്പോൾ ഡേറ്റും പ്ലേസും ഉണ്ടായിരിക്കണം, അതും കൂട്ടുകാർ ശ്രദ്ധിക്കണം കേട്ടോ. ഐ വാസ് സോ വറീഡ് വെൻ യു വെൻറ്റ് മിസ്സിംഗ് ബട്ട് നൗ ഐ എം വെരി ഹാപ്പി ടു ഹിയർ ഫ്രം കാഫ്ക ദാറ്റ് യു ആർ ബിസി വിത്ത് യുവർ മാരേജ്. നിന്നെ മിസ്സായപ്പോൾ ഞാൻ വളരെയധികം വറീഡായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാഫ്ക പറഞ്ഞു നീ ഒരു കല്യാണത്തിന് റെഡി ആവുകയാണ്, അതുകൊണ്ട് ബിസിയാണ് എന്ന് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ടിനോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയാണ്. ഐ ഹോപ്പ് യു വിൽ ഓൾവേസ് സ്റ്റേ ഹാപ്പി വിത്ത് യുവർ ന്യൂ ലൈഫ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നിൻ്റെ പുതിയ ജീവിതത്തിലും നീ എപ്പോഴും വളരെയധികം ഹാപ്പി ആയിരിക്കും എന്നുള്ളത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ലവ്ലി ഡേയ്സ് വി സ്പെൻഡ് ടുഗെദർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ആ ഒരു സ്നേഹത്തോടെ ഉണ്ടായിരുന്ന ദിവസങ്ങളെ
കുറിച്ചിട്ട്. യു വെർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് വിൽ നെവർ ഫോർഗെറ്റ് യു. നീ ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല. ഈവൻ ദോ യു ആർ ഫാർ എവേ യു വിൽ ഓൾവേസ് ബി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇപ്പോഴും നീ എന്നിൽ നിന്നും ഒരുപാട് അകലെയാണെങ്കിലും നീ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുപോലെയാണ്. പ്ലീസ് റൈറ്റ് ടു മീ വെനെവർ യു ഗെറ്റ് ടൈം. നിനക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നീ എഴുതുക. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യുവർ ലെറ്റേഴ്സ്. നിൻ്റെ ലെറ്റേഴ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. വിത്ത് ലോഡ്സ് ഓഫ് ലവ്, യുവർ ലിറ്റിൽ ഫ്രണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതിലെ ബി ആണ്. റിക്കി ആൻഡ് ദ റോബോട്ട് ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. റിക്കിയും റോബോട്ടും കൂടെ നല്ല ഫ്രണ്ട്സ് ആയി മാറി. റിക്കി റോട്ട് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് അരുൺ ഷെയറിങ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ദ റോബോട്ട്. അപ്പോൾ റോബോട്ടുമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചിട്ട് റിക്കിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള അരുണ് ഒരു ലെറ്റർ എഴുതുകയാണ്. റൈറ്റ് ദ ലെറ്റർ. ആ ലെറ്ററാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇപ്പോൾ ഡേറ്റും പ്ലേസും എഴുതുക. അതിനുശേഷം മൈ ഡിയർ അരുൺ, എൻ്റെ പ്രിയപ്പെട്ട അരുണെ, ഹോപ്പ് യു ആർ ഫൈൻ. നീ നല്ലതായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഐ ഹാഡ് വിത്ത് എ റോബോട്ട്. ഞാൻ റോബോട്ടുമായിട്ടുള്ള ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് നീയുമായിട്ട് ഷെയർ ചെയ്യണം. അറ്റ് ഫസ്റ്റ് ഐ വാസ് വെരി കെയർലെസ്. ആദ്യം ഞാൻ വളരെയധികം കെയർലെസ് ആയിരുന്നു. ഐ നെവർ ഹെൽപ്ഡ് അറ്റ് ഹോം. ഞാൻ വീട്ടിലൊന്നും സഹായിക്കാറില്ല. ഐ ത്രൂ മൈ തിങ്സ് അറൗണ്ട്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ വലിച്ചെറിയും. ആൻഡ് സ്പെൻഡ് ഓൾ ടൈം പ്ലേയിങ്. എല്ലാ സമയവും ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ദെൻ വൺ ഡേ എ റോബോട്ട് കെയിം ഇൻ ടു മൈ ലൈഫ്. ഒരു ദിവസം റോബോട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഹി ടോട്ട് മീ ഡിസിപ്ലിൻ ആൻഡ് മേക്ക് മീ റിയലൈസ് ദ വാല്യൂ ഓഫ് ഡൂയിങ് തിങ്സ് പ്രോപ്പർലി. അപ്പോൾ അവനാണ് എന്നെ പഠിപ്പിച്ചു തന്നത് ഡിസിപ്ലിൻ എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതിൻ്റെ വില എത്രത്തോളമാണെന്ന് ഞാൻ മനസ്സിലാക്കി. സ്ലോലി ഐ ചേഞ്ച് ഇൻ ടു മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. അവനെ പതുക്കെ ഞാനൊരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറി. നൗ ഐ കീപ് മൈ ബിലോങ്ങിങ്സ് നീറ്റ്ലി. ഇപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ നീറ്റായിട്ട് വെക്കും. ഹെൽപ്പ് മൈ പാരൻസ്. എൻ്റെ പാരൻസിനെയൊക്കെ സഹായിക്കും. ആൻഡ് യൂസ് മൈ ടൈം വൈസ്ലി. അതുപോലെ തന്നെ വളരെ ബുദ്ധിപരമായിട്ട് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കും. ദ റോബോട്ട് ഹാസ് ബിക്കം മൈ ഗുഡ് ഫ്രണ്ട്. റോബോട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്. ആൻഡ് ഐ ആം വെരി താങ്ക്ഫുൾ ടു ഹിം ഫോർ ചേഞ്ചിങ് മീ. എന്നെ ഇങ്ങനെയും ചേഞ്ച് ചെയ്തതിന് ഞാൻ അവനോട് എപ്പോഴും കടപ്പാടുള്ളവനായിരിക്കും. യുവേഴ്സ് ലവിംഗ്ലി റിക്കി. ഓക്കെ, നിൻ്റെ പ്രിയപ്പെട്ട റിക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഡയറി ലെറ്റർ നിർത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ SCERTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.